പിതാവായ ദൈവത്തിൻ്റെയും കർത്താവായ യേശുക്രിസ്തുവിൻ്റെയും കൃപയും സമാധാനവും നാം എല്ലാവർക്കും ഉണ്ടായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, ഞാൻ നിങ്ങളോട് സത്യം പറയുന്നത് കൊണ്ട് ആർക്കും വിഷമം തോന്നരുത് എന്ന് സ്നേഹപൂർവ്വം അപേക്ഷിക്കുകയാണ്. കാരണം സുവിശേഷത്തിൽ എഴുതിയിരിക്കുന്നത് പോലെ സത്യം വിളിച്ചു പറയുമ്പോൾ പലർക്കും പ്രയാസമുണ്ട്. എനിക്കറിയാം. ഞാൻ പണ്ട് ഈ കത്തോലിക്ക പള്ളിയിൽ 5-6 വർഷം കപ്പ്യാതി ഊരിയൊക്കെ ചെയ്തിട്ടുണ്ട്. പള്ളികളിൽ പ്രസംഗിച്ചിട്ടുണ്ട്. ധാരാളം പള്ളികളിൽ പ്രസംഗിക്കാൻ പോയിട്ടുണ്ട്. കരിസ്മാറ്റിക് ധ്യാനവും പ്രാർത്ഥനയൊക്കെ ആയിട്ട് കുറേ വർഷങ്ങൾ ഉത്സാഹിച്ച് നടന്നിട്ടുണ്ട്. പ്രാർത്ഥനാ ഗ്രൂപ്പുകൾ സംഘടിപ്പിക്കുകയും ധാരാളം ആളുകളെ ഇങ്ങനെ പ്രാർത്ഥനാ യോഗങ്ങളിലേക്കും ധ്യാന കേന്ദ്രത്തിലേക്കും വിളിച്ചു കൂട്ടുകയൊക്കെ ചെയ്ത് നടന്നിട്ടുണ്ട്. അങ്ങനെ നടന്ന് പള്ളികളിൽ കൂടിയൊക്കെ നടന്ന് സുവിശേഷം പ്രസംഗിക്കാൻ വേണ്ടി പ്രത്യേകം പെർമിഷനോട് കൂടി പ്രസംഗിക്കാൻ വേണ്ടി കുറേ പേരെയൊക്കെ ഒരുക്കിയെടുക്കുന്ന കൂട്ടത്തിൽ ഞാനും ഉണ്ടായിരുന്നു. അന്ന് നമ്മുടെ കൂടെ ഞങ്ങൾ പലരും സംഘടിച്ച് പല പള്ളികളിലും പോയി പ്രസംഗിക്കുമായിരുന്നു. അങ്ങനെ പ്രസംഗിച്ച കൂട്ടത്തിൽ എന്നോട് ഒരാൾ പറഞ്ഞു, ബൈബിളിൽ എഴുതിയിരിക്കുന്നത് പോലെ ഒരു കാരണവശാലും പള്ളിയിൽ പ്രസംഗിക്കരുത് എന്ന് പറയാനിടയായി. ഞങ്ങൾ ഈ കോഴ്സ് പഠിപ്പിക്കുന്ന ധ്യാനഗുരുവും പഠിപ്പിക്കുന്ന അധ്യാപകനൊക്കെ ഞങ്ങളോട് അങ്ങനെ പറയുമായിരുന്നു. സഭ പഠിപ്പിക്കുന്നത് പോലെ വേണം നമ്മൾ പ്രസംഗിക്കാൻ, ബൈബിളിൽ എഴുതിയിരിക്കുന്നത് പോലെ പ്രസംഗിക്കരുത് എന്ന് പഠിപ്പിക്കുന്നുണ്ടായിരുന്നു. സെമിനാരിൽ പഠിപ്പിക്കുന്ന അച്ഛന്മാരും ഒക്കെ വന്ന് ക്ലാസ് എടുക്കുന്നുണ്ടായിരുന്നു. അപ്പോഴൊക്കെ പറയുന്ന കാര്യങ്ങളാണ്. സഭയ്ക്ക് ഒരു പഠനവും നിയമവും ഒക്കെ ഉണ്ട്. സഭ വിട്ട് നിങ്ങൾ ഒരു കാരണവശാലും പുറത്തു പോകരുത്. അതുകൊണ്ട് ബൈബിളല്ല, സഭയാണ് ആദ്യം ഉണ്ടായതെന്നൊക്കെ വാദിക്കുന്നുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു, എൻ്റെ കൂട്ടുകാരോട് പറഞ്ഞു, ബൈബിളിൽ എഴുതിയിരിക്കുന്നത് പോലെ പ്രസംഗിക്കാൻ അനുവാദമില്ലാത്തത് കൊണ്ട് പള്ളിക്കൂടെയുള്ള പ്രസംഗമൊക്കെ ഞാൻ അങ്ങോട്ട് ഉപേക്ഷിക്കുകയാണ്. ഞാൻ എൻ്റെ വഴിക്ക് പോകാമെന്ന് പറഞ്ഞ് ഉപേക്ഷിച്ച് പോകുന്നതിൻ്റെ കാരണം അതാണ്. അപ്പം പ്രിയമുള്ളവരെ, ബൈബിൾ എഴുതിയിരിക്കുന്നത് പ്രസംഗിക്കുന്നത് എല്ലാ കാലത്തും മനുഷ്യർക്ക് തലവേദനയാണ്. അപ്പം അങ്ങനെ അത് ഉപേക്ഷിച്ച് പോകുന്ന കുറേ വർഷങ്ങൾ ഈ പെന്തക്കോസ്ത് പ്രസ്ഥാനമൊക്കെ ആയിട്ട് 10-30 വർഷത്തോളം അങ്ങനെ നടന്നു. ഞാൻ അറിഞ്ഞ സത്യങ്ങൾ ആത്മാർത്ഥതയോടെ ലോകത്തിലുള്ളവർ വിളിച്ചു പറയാൻ എനിക്കൊരു മടിയില്ലായിരുന്നു. കാരണം ഞാൻ ആരോടും വലിയ അധികമൊന്നും കടപ്പാടുള്ളവനായിട്ടല്ല. ബൈബിൾ ധാരാളം വായിക്കുന്നത് കൊണ്ട് ബൈബിളിനെ കുറിച്ച് കുറച്ചിട്ട് പരിചയമുണ്ടായിരുന്നു. അത് വിളിച്ചു പറഞ്ഞു. ഇന്നും അങ്ങനെ തന്നെ ബൈബിൾ എഴുതിയിരിക്കുന്നത് പോലെ പറയുന്നു. അപ്പം ദൈവം ഈ ആത്മാർത്ഥതയോടെ വിളിച്ചു പറയുന്നുണ്ട്. ദൈവം അനേക കാര്യങ്ങൾ ഇപ്പോഴും വെളിപ്പെടുത്തി തരുന്നുണ്ട്. ഒന്ന്, ലോകം ഉണ്ടായ കാലം മുതൽ AD 325-നും 350-നും മധ്യ കാലഘട്ടത്തിൽ കുസ്തന്തീനോസ് അല്ലെങ്കിൽ കോൺസ്റ്റന്റൈൻ എന്ന് പറയുന്ന ബാബിലോണിയൻ ചക്രവർത്തി ക്രിസ്തുമതം സ്ഥാപിക്കുന്നത് വരെ ലോകത്തിൽ ത്രിയേക ദൈവം ഇല്ലായിരുന്നു. സത്യം. അത് കേൾക്കുമ്പം ഏതൊരു മനുഷ്യനും ഒരു ഞടക്കം ഉണ്ടാകുന്നൊരു കാര്യമാണ്. യേശുക്രിസ്തുവിന് മുമ്പുള്ള കാലഘട്ടങ്ങളിൽ സുവിശേഷം ലോകത്തിൽ പ്രസംഗിക്കപ്പെടാൻ തുടങ്ങിയ നാൾ മുതൽ പ്രവാചകന്മാരിലൂടെയാണ് ദൈവം സുവിശേഷം ലോകത്തോട് അറിയിച്ചുകൊണ്ടിരുന്നത്. അവർ യഹോവയായ ഏക സത്യദൈവത്തെ അല്ലാതെ വേറൊരു ദൈവമുണ്ടെന്ന് അവർ പ്രസംഗിച്ചിട്ടില്ല. യേശുക്രിസ്തു 2000 വർഷങ്ങൾക്ക് മുമ്പ് ദൈവത്തിൻ്റെ ഏകപുത്രനായ യേശു ലോകത്തിൽ വന്ന് മനുഷ്യൻ്റെ രക്ഷയ്ക്ക് വേണ്ടി ദൈവത്തിൻ്റെ അരുളപ്പാടുകൾ നമ്മളോട് അറിയിച്ചു. യേശു പ്രസംഗിച്ച കാലം മുഴുവനും പിതാവായ ദൈവത്തെക്കുറിച്ച് തന്നെയാണ് പ്രസംഗിച്ചത്. പിതാവിൻ്റെ ഇഷ്ടം ചെയ്യാനായിട്ട് ഞാൻ വന്നു എന്നും, പിതാവ് കൽപ്പിക്കുന്നതല്ലാതെ എനിക്ക് സ്വയമേ ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല എന്നും, പിതാവ് എന്നിൽ വസിച്ചുകൊണ്ട് പിതാവ് പറയുന്നതല്ലാതെ എനിക്ക് സ്വയമേവ ഒന്നും പറയാൻ സാധ്യമല്ല എന്നും, അങ്ങനെ പിതാവ് എന്നെ ഏൽപ്പിച്ച ജോലി
പൂർത്തിയാക്കുന്നതാണ് എൻ്റെ ഭക്ഷണമെന്നും അങ്ങനെയല്ല, പിതാവിനെ സമ്പൂർണമായി അനുസരിച്ച് ജീവിക്കുന്ന ആ ഒരു പുത്രനെ കുറിച്ചാണ് യേശു പ്രസംഗിച്ചത്. അതല്ലാതെ പിതാവിനോട് ഒരു പ്രത്യേക സമത്വമുള്ളതായിട്ട് അല്ല. യേശു പ്രസംഗിച്ചത് മുഴുവൻ പിതാവിനെ കുറിച്ചാണ്. ഈ യഹൂദന്മാര് യേശുവിനെ കൊല്ലാൻ ആലോചിക്കാനുള്ള കാരണവും എന്താണെന്നറിയാമോ? യേശു, അതായത് യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായത്തിന്റെ 18-ാം വാക്യത്തിലാണ് പറയുന്നത്, യേശു ദൈവത്തെ പിതാവ് എന്ന് വിളിച്ചു. യേശു ശബത്ത് ദിവസങ്ങളിൽ ധാരാളം രോഗസൗഖ്യങ്ങളൊക്കെ കൊടുക്കുമായിരുന്നു. അത് കഴിഞ്ഞിട്ട് എൻ്റെ പിതാവ് എന്നെ ഏൽപ്പിച്ച ജോലി ഞാൻ ചെയ്യുന്നു, പിതാവ് പ്രവർത്തിക്കും ഞാനും പ്രവർത്തിക്കുന്നെല്ലാം പറഞ്ഞു. യേശു ശബത്തിനെ ലംഘിക്കുക മാത്രമല്ല, ദൈവമായ കർത്താവിനെ സ്വന്തം പിതാവ് എന്ന് വിളിച്ച് തന്നെത്താൻ ദൈവത്തോട് സമനാക്കിയത് കൊണ്ടും അവനെ കൊല്ലുവാൻ ആലോചിച്ചു. അപ്പൊ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്ന പുത്രനായതുകൊണ്ട് പിതാവിനോട് സമത്വമുണ്ടെന്ന് മനുഷ്യൻ തന്നെ പറയുന്നതാണ്. ഒരു സമത്വം മറ്റൊരു വിധത്തിലുണ്ട്. കാരണം അത് യോഹന്നാന്റെ സുവിശേഷത്തിൽ എഴുതിയിട്ടുണ്ട്. പിതാവിനെ ബഹുമാനിക്കുന്നത് പോലെ തന്നെ പുത്രനെയും ബഹുമാനിക്കേണ്ടതിന് പുത്രൻ ന്യായവിധി ഒന്നും പിതാവ് ചെയ്യാതെ എല്ലാം പുത്രന് തന്നെ കൊടുത്തിരിക്കുന്നു. ന്യായവിധി നടത്തുന്നത് പുത്രനാണ്. 5-ാം അധ്യായത്തിന്റെ 23-ാം വാക്യത്തിലാണ്. അതുപോലെ തന്നെ യേശു പറയുന്നതാണ്, ഞാൻ സത്യമായി നിങ്ങളോട് പറയുന്നു, ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, എൻ്റെ പിതാവ് ചെയ്ത് കാണുന്നതല്ലാതെ എനിക്ക് സ്വയമേവ ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല. നിങ്ങൾ സത്യമായി എൻ്റെ വചനം കേട്ട് എന്നെ അയച്ച പിതാവിനെ വിശ്വസിക്കുന്നു എങ്കിൽ നിങ്ങൾക്ക് നിത്യജീവനുണ്ട്. നിങ്ങൾ മരണം വിട്ട് ജീവനിലേക്ക് കടന്നിരിക്കുന്നു. നിങ്ങൾ ന്യായവിധിയിലാകാതെ മരണം വിട്ട് ജീവനിലേക്ക്. ഇതെല്ലാം യേശു പറഞ്ഞത് പിതാവിനെ വിശ്വസിക്കുക. പ്രിയമുള്ളവരെ, യേശു ക്രിസ്തുവിന് ശേഷം അപ്പോസ്തലന്മാരും പ്രസംഗിച്ചു. അപ്പോസ്തലന്മാരുടെ പ്രസംഗം മുഴുവനും പിതാവായ ദൈവത്തെക്കുറിച്ചും നമ്മുടെ രക്ഷിതാവും കർത്താവുമായ യേശു ക്രിസ്തുവിനെ കുറിച്ചും തന്നെയായിരുന്നു സത്യം. യേശു ക്രിസ്തുവിനെ കാരണം ഒരു കാര്യം പ്രത്യേകം ഓർക്കുക, പുതിയ നിയമത്തിൽ ദൈവമെന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നത് മുഴുവനും പിതാവിനൊക്കെയായ ദൈവത്തെക്കുറിച്ചും ദൈവപുത്രൻ എന്നും മനുഷ്യപുത്രൻ എന്നും കർത്താവെന്നും ക്രിസ്തു എന്നും ഒക്കെ വിശേഷിപ്പിക്കുന്ന യേശുക്രിസ്തുവിനെ കുറിച്ചുമാണ്. പിന്നെ ഒരു കാര്യം നമ്മൾ പ്രത്യേകം ഓർക്കുക, വെളിപ്പാട് പുസ്തകത്തിൽ യേശുവിനെ സൃഷ്ടിയുടെ ആരംഭമെന്നും കൊലോസ്യ ലേഖനത്തിൽ യേശു സകല സൃഷ്ടിയുടെ ആരംഭമെന്നും അവൻ സകലത്തിനും ആരംഭം സകലത്തിൻ്റെയും ആധാരം എന്നുമൊക്കെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ചിലരൊക്കെ പറയും, ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിൽ 26-ാം വാക്യത്തിൽ നമുക്ക് നമ്മുടെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും മനുഷ്യനെ സൃഷ്ടിക്കാം. ഇവിടെയൊക്കെ പിതാവ് ആദ്യമായി ജനിപ്പിക്കുന്നത് തൻ്റെ പുത്രനെയാണ്. അതുകൊണ്ട് പുത്രനുമായി ആലോചിക്കാതെ പിതാവ് യാതൊരു സൃഷ്ടിയും നടത്തിയിട്ടില്ല, ഒന്നും നടത്തിയിട്ടില്ല. എല്ലാം പുത്രനിലൂടെ മാത്രം. അത് ഭൂമിയിലേക്ക് യേശു വന്നപ്പോൾ സകല അധികാരവും ഭൂമിയിൽ യേശുക്രിസ്തുവാണ് ചെയ്തത്. യേശുക്രിസ്തുവിൻ്റെ നാമത്തിലാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. യേശു ഭൂമിയിലുള്ള സകല അധികാരവും പ്രവർത്തിക്കാനുള്ള ന്യായവിധിയും ഇതെല്ലാം മനുഷ്യനെ ഉയർപ്പിക്കാനും ഉള്ള എല്ലാ കാര്യങ്ങളും പിതാവ് പുത്രനെ അയപ്പിച്ചു കൊടുത്തിരിക്കുന്നത്. പുത്രൻ മുഖാന്തരമല്ലാതെ ഒരൊറ്റ മനുഷ്യനും പിതാവായ ദൈവത്തെ അറിയുന്നുമില്ല, പിതാവിൻ്റെ അടുക്കലേക്ക് ചെല്ലാനും സാധ്യമല്ല. അതുകൊണ്ട് ഈ സർവാധികാരം പുത്രന് കിട്ടിയത് കൊണ്ട് പിതാവായ ദൈവം തന്നെയാണ് പുത്രൻ എന്നും മനുഷ്യൻ തെറ്റിദ്ധരിച്ചു വെച്ചിരിക്കുകയാണ്. കാരണം ഇവന് യഥാർത്ഥ ദൈവം അങ്ങനെ വന്നു കഴിയുമ്പോൾ ഇന്ന് മനുഷ്യൻ്റെ ഇടയിൽ ഉത്തരമില്ലാതെ കിടക്കുന്ന
ഒരു ചർച്ചാ വിഷയമാണ് ത്രിയേക ദൈവം. ബൈബിളിൽ എഴുതിയത് അങ്ങനെ വിശ്വസിക്കുകയാണെങ്കിൽ ഒരു കുഴപ്പമില്ല. സമാധാനവും സ്വസ്ഥതയുണ്ട്. അതിനകത്ത് തർക്കിക്കാനും ബാധിക്കാനും വിമർശിക്കാനും ഒന്നുമില്ല. കാരണം പിതാവായ ദൈവം തന്നെ ഏകസത്യ ദൈവവും യേശു അവിടുത്തെ പുത്രനായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന മുഖാന്തരമായി യേശുവിനെ രക്ഷിതാവും കർത്താവുമായി അംഗീകരിച്ച് വിശ്വാസനാൽ സ്വീകരിച്ച് ക്രിസ്തുവിനോട് ചേർന്ന് കഴിയുമ്പോൾ ദൈവപുത്രന്മാർ, ദൈവം അതിനനുസരിച്ച് പാവമില്ലാതെ വിശുദ്ധമായി ജീവിക്കുന്നവർക്ക് ദൈവപുത്രന്മാരാകാനുള്ള അധികാരവും കൊടുത്തിട്ടുള്ളത് കൊണ്ട് അങ്ങനെ ദൈവപുത്രന്മാരായി നമുക്ക് ജീവിച്ച് ക്രിസ്തുവിനെ അനുഗമിച്ച് നമുക്ക് നിത്യത്തിലെത്താം എന്ന ഒരു അറിവും ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. പരിശുദ്ധാത്മാവിനെ അനുസരിച്ച് നടക്കാൻ നമ്മളോട് ശക്തമായി ആഹ്വാനം ചെയ്തിട്ടുണ്ട്. ഇത്രയ്ക്കായാലും ഇത് എളുപ്പമുള്ളൊരു കാര്യമില്ല. നമുക്ക് വിഗ്രഹത്തെ ആരാധിക്കണ്ട. ഈ വിഗ്രഹ ആരാധന ഇതെല്ലാം പിന്നീട് ഉണ്ടായതാണ് കേട്ടോ. ഏതെങ്കിലും ഒരു ഭാഗത്ത് ബൈബിളിൽ മനുഷ്യൻ വിഗ്രഹത്തെ ആരാധിക്കാനായിട്ട് ദൈവം അനുവദിച്ച ഒരു വാക്കെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ അതങ്ങനെ ചെയ്യാം. അതുകൊണ്ട് ഇന്നലെ അതേക്കുറിച്ച് വിഗ്രഹാരാധനയുടെ ദോഷഫലങ്ങളെക്കുറിച്ച് ആയിരുന്നു എഴുതിയിരുന്ന ഇനി അടുത്ത വീഡിയോ ഇതിൽ നിങ്ങൾ ശ്രദ്ധിക്കണമേ. പിതാവായ ദൈവം ആരാണ്, പുത്രനായ ദൈവം പരിശുദ്ധാത്മാവിനെ കുറിച്ചുമൊക്കെ വ്യക്തമായി തിരുവചനത്തിൽ എഴുതിയതുപോലെ തന്നെ സ്നേഹപൂർവ്വം അറിയിക്കുന്നതാണ്. അതുകൊണ്ട് സ്നേഹപൂർവ്വം നമ്മളത് കേൾക്കണമേ. കാരണം നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കുക. നമ്മൾ ലോകത്തിൽ കേട്ടുകേൾവി വെച്ചോ പാരമ്പര്യം വെച്ചോ ജീവിച്ചിട്ട് പാപ സ്വഭാവ അശേഷം വിട്ടുമാറാതെ ലോകത്തിലുള്ള മറ്റെല്ലാ ജാതികളെയും പോലെ പാപത്തിൻ്റെ ബഹുത്വത്തിൽ ജീവിച്ചിട്ട് സ്വർഗത്തിൽ പോകാൻ സാധിക്കുമെന്നൊരു തെറ്റിദ്ധാരണയും വെച്ച് ദൈവനുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത പല വേണ്ടാത്ത കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോയാൽ ഇന്നോ നാളെ ജീവിതം അവസാനിച്ചു കഴിയുമ്പോൾ നമ്മൾ എവിടെ ചെന്നെത്തുമെന്ന് ഓർക്കുക പ്രിയമുള്ളവരെ. അതുകൊണ്ട് ദൈവത്തിൽ ഇല്ലാത്തൊരു കാര്യം അനുസരിക്കാൻ ഞാൻ അല്ല എന്ന തീരുമാനത്തോടെ മുന്നോട്ട് പോകാൻ ആര് ധൈര്യപ്പെടുന്നുവോ അവരോട് കൂടെ ദൈവമുണ്ട്. ദൈവം അവരുടെ മേൽ പ്രസാദിക്കും. തുടർന്ന് അടുത്ത വീഡിയോയിൽ നമുക്ക് വചനം കേൾക്കാം. ഒരു വാക്യം കൂടെ ശ്രദ്ധിക്കുകയാണ്. തിമോത്തിയോസിന് എഴുതിയ ലേഖനം 6-ാം അധ്യായത്തിൻ്റെ 15-ാം വാക്യം. പിതാവായ ദൈവം ഏകനാണെന്ന് തെളിയിക്കുന്ന ഒരു വാക്യം മാത്രം. ധന്യനായ 6-ാം അധ്യായം 15-ാം വാക്യം. ധന്യനായ ഏകാധിപതിയും രാജാവും കർത്താവും താൻ മാത്രം അമർത്യതയുള്ളവനും അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവനും മനുഷ്യരാരും കണ്ടിട്ടില്ലാത്തവനും കാണാൻ കഴിയാത്തവനുമായ സർവശക്തനായ ദൈവമായ കർത്താവ്. ആ ദൈവത്തെക്കുറിച്ചും നമുക്ക് സ്നേഹപൂർവ്വം താല്പര്യപൂർവ്വം നമുക്ക് കേൾക്കാം. ദൈവവചനത്തിൽ എഴുതിയതുപോലെ നമ്മൾ വായിച്ച് ഗ്രഹിച്ച് മുന്നോട്ട് പോകുമ്പോൾ മരണമെങ്കിൽ മരണം, ജീവനെങ്കിൽ ജീവൻ, ഈ തീരുമാനത്തിൽ മുന്നോട്ട് പോകാം. ദൈവം ഉണ്ടല്ലോ. ഉണ്ടാകട്ടെ എന്ന വാക്കിനാൽ സർവ്വത ഒഴിവാക്കിയ സർവശക്തനായ ദൈവം നമ്മുടെ കൂടെ ഉണ്ടല്ലോ. ദൈവം നമ്മെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ.